അടുത്ത പ്രോഗ്രാം ആയിട്ട് തരുന്നത്. കയ്യടി പോരാ. ട്രാവലിംഗ് സമയത്ത് ഉണ്ടായിട്ടുള്ള കുറച്ച് ഇഷ്യൂസ് കാരണം അവർ ഡിലേ ആയിട്ടുണ്ട്. എന്തായാലും കുഴപ്പമില്ല, എല്ലാവരും ഇപ്പൊ പക്ക വൈബിൽ എത്തിയിട്ടുണ്ട് അല്ലേ? ഇത്രയുള്ളൂ സൗണ്ട്. ഓ സൂപ്പർ. ഇന്ന് ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് കുപ്പിയും പാട്ടയും എന്നുള്ള ഒരു യൂട്യൂബ് ചാനലാണ്. അപ്പൊ പലരും വിചാരിക്കുന്നുണ്ടാവും ശരിക്കും പറഞ്ഞാൽ ഇവർ യൂട്യൂബ് ചാനൽ ആണെങ്കിൽ പോലും ഇവര് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഫിലിംസ്, ആൽബംസ്, സോങ്സ്, അതുപോലെ തന്നെ ഫിലിമിന്റെ ബാക്ക്ഗ്രൗണ്ട് വർക്കിലാണ് ഇവർ മെയിൻ ഫോക്കസ്. ചാനൽ ഉണ്ടെന്നേ ഉള്ളൂ. ഇതിലുള്ള പലവരും ആർട്ട് ഡയറക്ടേഴ്സ് ഉണ്ട്, സിംഗേഴ്സ് ഉണ്ട്, മ്യൂസീഷ്യൻസ് ഉണ്ട്, ഡയറക്ടേഴ്സ് ഉണ്ട്, പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, ആക്ടേഴ്സ് ഉണ്ട്. സോ പല വിഭാഗത്തിൽപ്പെട്ട ഒരു കംപ്ലീറ്റ് ടീമാണ് നമുക്ക് ഇവിടെ എത്തിയിരിക്കുന്നത്. നമ്മുടെ ആങ്കേഴ്സ് പറഞ്ഞ പോലെ തന്നെ എനിക്കും ഒരു ഐഡിയ ഇല്ല വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. ഡാൻസ് ആവാം, നമുക്ക് എല്ലാവർക്കും എന്താവാം, എട്ടിന്റെ പണിയാവാം. റൈറ്റ്. സോ എല്ലാവിധ എന്താ പറയുക സന്തോഷത്തോടെയും ഹൃദയപൂർവ്വം നമ്മൾ ആ കംപ്ലീറ്റ് ടീമിനെ സ്വാഗതം ചെയ്യാണ്. കുപ്പിയും പാട്ടയും നല്ലൊരു നെറ്റ്വർക്ക്. ഹലോ ബാക്കിലിരിക്കുന്നവർക്ക് ക്ലാപ്പ് ചെയ്യാം കേട്ടോ. നമുക്ക് ചെലവില്ലാത്തൊരു കാര്യമാണ് ക്ലാപ്പിംഗ്. So we have the whole team of Kupi and Patam on stage. Let's come on, support. ഓക്കെ, അപ്പോൾ നിങ്ങളാരും കേട്ടിട്ടുണ്ടല്ലോ കുപ്പിയും പാട്ടി എന്നൊരു യൂട്യൂബ് ചാനലിനെ കുറിച്ച്. കാരണം ഞങ്ങളങ്ങനെ വലിയ ഫേമസ് ആയതും വൈറൽ വീഡിയോസ് ഒന്നും ഉള്ള ആൾക്കാരല്ല. പക്ഷെ എന്നാലും പാലക്കാടിലെ കുറച്ച് കലാകാരന്മാരിനെ എല്ലാവരും കൂടി ചേർന്നുണ്ടായ ഒരു ടീമാണ് കുപ്പിയും പാട്ടി. സോ കുപ്പിയും പാട്ടിയും പേര് ആവശ്യമില്ലാത്ത വസ്തുക്കൾ എന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്ന കുറച്ച് പ്രോപ്പർട്ടീസ്. സോ അതിൽ നിന്നും എന്ത് നമുക്ക് ഉണ്ടാക്കാം, ആർട്ട്. സോ അതാണ് നമ്മുടെ ടീമിൻ്റെ ഈ കാണുന്ന മെമ്പേഴ്സ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ആവർത്തന ഇയാളാരും കണ്ടിട്ടുണ്ടോ? ഓക്കെ, നമ്മൾ ഇവിടുത്തെ സ്റ്റുഡൻസ് മൊബൈലൊന്നും അതിനധികം ഉപയോഗിക്കാത്ത ആൾക്കാരൊന്നും മനസ്സിലാക്കുക. ഓക്കെ, റീൽസും കാര്യങ്ങൾ ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം ഫോളോവേഴ്സ് സെലിബ്രിറ്റി ആണ്. ചെറിയ കുട്ടിയാണെങ്കിലും സെലിബ്രിറ്റി ആണ്. ഓക്കെ, ഓക്കെ, അപ്പൊ എന്നെ ഞാൻ തന്നെ പരിചയപ്പെടുത്താം. എന്റെ പേര് ആതിര വർമ്മ. മുമ്മൂസ് എന്ന് വിളിക്കും. പാലക്കാട് നിന്നാണ് വരുന്നത്. ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയർ സ്റ്റുഡന്റ് ആണ്. വിക്ടോറിയ ലിറ്ററേച്ചർ സ്റ്റുഡന്റ് ആണ്. ഇവിടെ ആരെങ്കിലും ഉണ്ടോ ലിറ്ററേച്ചർ? ഉണ്ട്. ഓക്കെ, ഞാൻ ഡാൻസർ ആണ്, മോഡലാണ്. മോഡലല്ലടോ. പിന്നെ എല്ലാവരും സപ്പോർട്ട് ത്രൂ ഔട്ട് പ്രോഗ്രാമിൽ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഉണ്ടാവില്ലേ? ഓക്കെ, താങ്ക് യു. ലാസ്റ്റ് ഓക്കെ, ഇയാളുടെ പേര് വർണിക, മോഡലാണ്. തൃശ്ശൂരുകാർക്ക് അത്യാവശ്യം നന്നായിട്ട് അറിയാമെന്ന് തോന്നുന്നു.
ഫേസ്ബുക്കിൽ നിന്ന് ഞാൻ ചുമ്മാ കുറെ ഫ്രണ്ട്സിനൊക്കെ റിക്വസ്റ്റ് കൊടുത്തിട്ടോ അങ്ങനെ അറിയാതെ ഒരു കയ്യബദ്ധത്തിൽ പോയ റിക്വസ്റ്റ് ആണ് അങ്ങനെ ഞങ്ങൾ ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട് പതുക്കെ സിനിമ ഇഷ്ടങ്ങൾ കാരണം പരസ്പരം അങ്ങനെ സംസാരിച്ച് അങ്ങനെ സിനിമന്റെ ബാക്ക്ഗ്രൗണ്ടിൽ വന്ന് വർക്ക് ചെയ്ത് ഇപ്പോൾ നിലവിൽ ബിസി ആർട്ട് ഡയറക്ടറാണ്. സിനിമയിലും കാര്യമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാണാൻ ലുക്കിലെന്നുള്ളൂ, ഭയങ്കര ആളാണ്. അങ്ങനെ പറഞ്ഞു ഇത്രയേ ഉള്ളൂ, പോരാ എന്ന് കുറച്ചും കൂടി പ്രതീക്ഷിക്കുന്നു നിങ്ങൾ. ഓക്കെ ഗൈസ്, അപ്പോൾ ഞങ്ങളുടെ ടീമിലെ ഫസ്റ്റ് ഹീറോ, ഞങ്ങളുടെ ഫസ്റ്റ് മ്യൂസിക് ക്ലബ് ആൽബം ചെയ്തതിലെ ഫസ്റ്റ് ഹീറോ പുള്ളിക്കാരനാണ്. അപ്പോൾ പിന്നെ ഫോട്ടോഗ്രാഫറാണ്. സോ നിങ്ങൾ നല്ല ഫോട്ടോസൊക്കെ ഞങ്ങളിവിടെ ഏൽപ്പിക്കാം. അപ്പോൾ പുള്ളിക്കാരനെ ഒന്ന് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്താൽ നല്ല നല്ല ഫോട്ടോസൊക്കെ എടുത്ത് തരും. ഓക്കെ, ഗേൾസിന്റെ മാത്രമല്ല ബോയ്സിന്റെ എടുത്ത് തരും. ഓൾസോ മോഡൽ ഫോട്ടോഗ്രാഫറാണ്. ഇൻസ്റ്റ ഐ ഡി കാര്യങ്ങളൊക്കെ പിന്നെ തരാമല്ലോ. ഓക്കെ, അപ്പൊ ലാസ്റ്റ് ആയിട്ട് ഞങ്ങളുടെ ടീമിലെ സീനിയർ ഓക്കെ സന്ദീപ് മണിയൻ എന്നാണ് പേര്. പുള്ളിക്കാരൻ ജൂണിൽ പുള്ളിന്റെ ഓൺ മൂവി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. കുറേ സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടർ, സ്ക്രിപ്റ്റ് റൈറ്റർ, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ബാക്കി ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പറയില്ല, എല്ലാം നിങ്ങൾക്ക് ഇനി നോക്കിയാൽ മനസ്സിലാവും. ഞങ്ങളുടെ ടീമിൽ കുറച്ചും കൂടി, ഇതിപ്പോൾ സീനിയറാണ് എന്നാലും സൂപ്പർ സീനിയർ ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്. നിലവിൽ ഞങ്ങളുടെ ടീം കുറേ വർക്കുകൾ ചെയ്യുന്നതിനും ഞങ്ങൾ കുറച്ചും കൂടി പ്രൗഡായിട്ട് പറയാൻ പറ്റുന്ന നമുക്ക് എസി എന്ന് പറയുന്ന ഒരു OTT ഫിലിം വൈകാതെ തന്നെ റിലീസിന് വരികയാണ്. സോ അതിൻ്റെ ഒരു സന്തോഷം കൂടി ഞങ്ങൾ ഇവിടെ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുന്നു. ഓക്കെ, അതിൻ്റെ ഡയറക്ടറായിട്ടുള്ള ലിജോസ് റാമ്പിക്കൽ ഞാൻ വീട്ടിലോട്ട് ക്ഷണിക്കുന്നു. സാർ. ഒരുപാട് സന്തോഷം, സ്നേഹം, നന്ദി ഞങ്ങൾക്ക് ഇങ്ങനൊരു ചാൻസ് ഇവിടെ തന്നതിന്. ഒരു ഗോവയിൽ നിന്ന് വരുന്ന ഒരു പെൺകുട്ടിയുടെ 3 ദിവസത്തെ കഥയാണ് എസി എന്ന ചിത്രം നിങ്ങളോട് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ഷമീർ മുദ്രക്കാലാണ് ഇതിൻ്റെ കഥ എഴുതിയിരിക്കുന്നത്. സന്ദീപ് മണിയനാണ് എൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിലൊരു പ്രൊഡ്യൂസറുണ്ട്, ഷമീർ മുദ്രക്കാല. ഞാൻ വിളിച്ചുകൊണ്ട് ഞാൻ വളരെയധികം സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരെയും കാണാൻ കഴിഞ്ഞതിൽ. ഞങ്ങളൊരു ചെറിയൊരു കൂട്ടായ്മയിൽ നിന്ന് തുടങ്ങിയ ഒരു ചെറിയൊരു സിനിമയാണ്. വലിയ ബ്രഹ്മാണ്ഡ സിനിമയൊന്നുമല്ല, ചെറിയൊരു സിനിമയാണ്. ഇതിന് നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം, സഹകരിക്കണം. നല്ലൊരു സോങ് ഞങ്ങളിത് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു മ്യൂസിക് ഡയറക്ടറുണ്ട്, എമിലിനെ സോങ് ചെയ്യുന്നു. ആ സോങ് ഞങ്ങൾ ഇതുവരെ പുറത്ത് വിട്ടിട്ടില്ല. ഫസ്റ്റ് ഞങ്ങളിവിടെ അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുകയാണ്. ആ സോങ് എഴുതുന്നത് അഷ്കർ ആണ്, സോങ് എഴുതിയ ആള്. അതെന്തായാലും നമുക്കൊന്ന് കേൾക്കാം കേട്ടോ. ഇത് ഞാൻ പറഞ്ഞത് കൊണ്ട് തന്നാണോ അത് ആ പാട്ടിന് അത്രയും ഫീൽ ഉണ്ടോ? താങ്ക്സ്. ഇതിന് ഏറ്റവും ക്രെഡിറ്റ് എല്ലാം കിട്ടുന്നത് ശരിക്കും അയാളൊക്കെയാണ്. അയാൾ മ്യൂസിക് ഡയറക്ടറും സിംഗറും രണ്ടും പുള്ളിക്കാരൻ തന്നെയാണ്. പുള്ളി ലൈവ് പാടാമെന്നാണ് പ്ലാൻ ചെയ്തത്. പക്ഷെ ഓൾസോ സിംഗേഴ്സ് എല്ലാവരും വിളിച്ചാൽ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, പ്രോബ്ലം. സോ അതുകൊണ്ട് പാടാണ്ടിരുന്നത്. പക്ഷെ പാടും. റെഡിട്ടാ, ഞാൻ ഫസ്റ്റ് കാണിച്ചു കൊടുക്കും. നടക്കുന്നില്ല എക്സ്പ്രഷനാണ് അവിടെ എത്തിയത്. അല്ല, മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ ഗെയിം എന്ന് പറയും. നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും കറക്റ്റായിരിക്കും. കാരണം ഇപ്പോൾ ഇവിടുത്തെ ഫ്രണ്ട്സ് അല്ലേ, ഒരേ കോളേജിലെ ഫ്രണ്ട്സ് അല്ലേ. അപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഇടയിലും മിസ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവാം, പിന്നെ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവാം. ഫിൽ ചെയ്തോളൂ. ബ്ലാക്സ് ലവേഴ്സ്
അത് ഇത്രയും റെഡിഷ് ആയിട്ടൊക്കെ വാലന്റൈൻസ് ഡേന്റെ ആംബിയൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ടീച്ചേഴ്സും സ്റ്റുഡൻസും അവർ തമ്മിലും മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. സോ അപ്പോൾ അങ്ങനെ കുറേ മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടാണ് നമ്മുടെ ലൈഫ് ട്രാവൽ ചെയ്ത് പോകുന്നത്. അപ്പം നമുക്ക് അതിനൊന്ന് കറക്റ്റ് അണ്ടർസ്റ്റാൻഡിങ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ടീച്ചർമാരെ വിളിക്കാം. അവർ അങ്ങനത്തെ പോളിത് പിള്ളേർ വരാനാണ് പറഞ്ഞത്. സോ നമുക്ക് പോളിത് പിള്ളേരെ വിളിക്കാം. ബോയ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ. സ്റ്റാർട്ട് ചെയ്യല്ലേ? നല്ല കമ്മ്യൂണിക്കേഷൻ ഉള്ളതാൻ പോലെ ടൈമാണ്ടോ? ഓക്കെ കഴിഞ്ഞു. നെക്സ്റ്റ് നല്ല കമ്മ്യൂണിക്കേഷൻ അല്ലേ? സെക്കൻഡ് നമ്മുടെ എല്ലാമായ ഞങ്ങളുടെ കുപ്പിയും പാട്ടൻ യൂട്യൂബ് ചാനലിനോട് ഞാൻ നന്ദി പറയുന്നു. അപ്പോൾ ഞാനൊരു ചെറിയൊരു മിമിക്രി ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യടിയും പ്രോത്സാഹനവും ഉണ്ടെങ്കിൽ മാത്രമേ അത് നല്ലൊരു വിജയത്തിൽ കലാശിക്കുള്ളൂ. ഇതിൽ എല്ലാവരും സിനിമ ഇഷ്ടപ്പെടുന്നവരാണ് അല്ലേ? മാക്സിമം എല്ലാവരും സിനിമ കാണാത്ത ആരുമില്ല. മാക്സിമം എല്ലാവരും സിനിമ കാണുന്നവരാണെന്ന് വിശ്വസിക്കുന്നു. സിനിമ കഥാപാത്രങ്ങളെ ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ നമ്മൾ സിനിമ തിയേറ്ററിൽ കാണാൻ പോയ ഫസ്റ്റ് തിയേറ്ററിൽ കാണുന്ന സംഭവം എന്താണ് അറിയോ? സ്മോക്കിങ്ങിനെ കുറിച്ചാണ്. അപ്പോ അത് എങ്ങനെയാണ് തിയേറ്ററിൽ പറയുന്നത് നമുക്ക് നോക്കാം. ഇത് എന്ത് സംഭവിച്ചിരിക്കുന്നു? എന്താണ് ഒന്നും പകലെടുക്കാത്തത്? പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. വലിയ വില. അയ്യോ, എന്റെ ശബ്ദം പോയി. ഇപ്പോൾ ഹൃദയം സിനിമ എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ നസീർ ഹൃദയം സിനിമയിലെ മൂപ്പരുടെ ഡയലോഗ് എടുത്തെന്ന് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ദർശന നീ ഇങ്ങനെ മുടി ആ കെട്ടിയിരിക്കുന്ന കാര്യം നല്ലത് അയച്ചത് അടുത്തതായി ഡയറക്ടർ ആക്ടർ എല്ലാമായ നമ്മുടെ ബാലചന്ദ്ര മേനോൻ കുറച്ച് മാസ് ഡയലോഗ്, അതായത് നമ്മുടെ KGF-ലെ ഡയലോഗായിട്ട് വന്നാൽ എങ്ങനെ നമുക്ക് നോക്കാം. എന്റെ കൂട്ട എനിക്ക് മനസ്സിലായി, എനിക്ക് തൃപ്തിയായി. ഗാങ്ങായി വരുന്നവനാണ് ഗാങ്സ്റ്റർ, അവൻ ഒറ്റയ്ക്കാണ് വന്നത് മോൺസ്റ്റർ.
എനിക്ക് മനസ്സിലായി കുട്ടാ, മനസ്സിലായി. ഇരുപത്തെട്ട് വർഷം ഞാനൊന്നും പറഞ്ഞിട്ടില്ല, ഞാനാരോടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ താങ്ക് യു. ഇതുവരെ മിമിക്രി ഒക്കെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും, എൻ്റെ സുഹൃത്തുക്കൾക്ക് നന്ദി, നമസ്കാരം. താങ്ക് യു. നമ്മളതില് റായപ്പിനൊന്ന് കൊണ്ടുവന്നല്ലോ, ഇവിടെ കൊണ്ടുവന്നല്ലോ. ഓക്കെ ആണോ? ഒരു നല്ലൊരു കൈഡ് പ്രതീക്ഷിക്കുന്നു. അജിത് ഓൺ സ്റ്റേജ്. നല്ലൊരു കൈഡ്. எனக்கு தேவை பணம், பதவி, அதிகாரி. அது குறுக்க யார் வந்தாலும் சரி, யார் வந்தாலும் தட்டி கேட்பேன். நல்ல என்னடா வயசாக உனக்கு பெரிய நாட்டு கெட்ட வார்த்தையெல்லாம் பேசுகிறேன். சொல்லித்தல எங்கள் அப்பா தப்பு தப்பு. ராயப்பனுக்கு வயசாகிடுச்சு, கூப்பிட்டு சொன்னா கேட்டு பண்ணிச்சுங்களா? உங்களுக்கு என்ன வேணும் அதை 7 நாள் கிட்ட பிடிக்கணும். என்ன கிடக்கு அடுத்தது உங்களுக்குள்ள முடிச்சிடும் எல்லாத்தையும். அவனுக்கு எந்த சம்மந்தம் கிடையாது. அவனுக்கு என்ன கால காக்கி அவன் வாழ்க்கையை நாசம் பண்ணிட்டாங்க. எல்லாத்தையும் விடுங்க சார். திறமைக்கு ஒரு மரியாதை இருக்கணும் சார். திருடனோட பிள்ளைங்க எத்தனை பேர் போலீஸா இருக்காங்க, குடியாளுக்கு பிறந்த பிள்ளைங்க டாக்டர் இருக்காங்க, ஒரு சாதாரண சிறப்பு தொழிலுக்கு பிறந்த பிள்ளை அமெரிக்காவோட ஜனாதிபதி யாருக்காரு சார். அப்படி மாதிரி பிள்ளைங்க இருக்கிறதுல சார், இதை நீங்க நம்பணும் சார். நீங்க மனசு வச்ச முடியும். நீங்க கொடுக்கிற இந்த வாய்ப்பு அவனுக்கு மட்டும் அவனை மாதிரி ஆகணும்னு நினைக்கிற எத்தனையோ பிள்ளைங்களுக்கு சேர்த்து தான் சார் சொல்றேன். சாரி சார், கொஞ்சம் ப்ளீஸ் சார். பைசா கொடுத்து தர முடியும். என்னால் எவ்வளோ வேணும் தர முடியும் அப்படின்னு நான் பண்ணேன்னா என் பிள்ளையோட திறமையை நானே அசிங்கப்படுத்துகிற மாதிரி ஆகிடும். அவன் தர்மசாலி. நாங்களும் பிளேயர் தான் சார், ஆனால் எங்களுக்கு ஃபுட்பால் எல்லாம் தெரியாது. ஆனால் எங்க ஆட்டம் வெறி தனமா. இல்லப்பா சரக்கு அடிக்கிறியா? எல்லாருக்கும் வணக்கம் நண்பா. இங்கே வந்திருக்கும் அத்தனை பேருக்கு என்னுடைய நன்றி நான் தெரிவிச்சுக்கிறேன். இந்த காலேஜில் நிறைய வாட்டி வீடியோஸ் எல்லாம் பார்த்துட்டு தான் இங்கே வந்தேன். எல்லாருக்கும் நன்றி, இந்த தேங்க்ஸ், இந்த சப்போர்ட்டுக்கு எல்லாருக்கும் நன்றி நண்பா. இந்த குப்பியம் பாட்டின் சேனலில் நான் வந்து கலந்துக்கிறதுக்கு முக்கிய காரணம் அவங்களுடைய ஹார்ட் ஒர்க், டெடிகேஷன் எல்லாரும் தான். இந்த காலேஜில் எங்களை கூப்பிடுறதுக்கு ரொம்ப நன்றி. தேங்க்யூ நண்பா. പഠിക്കുന്നത് ഏത് ക്ലാസ്സാണ്? ആർട്സിലെ പിള്ളേരാണല്ലേ, എന്നിട്ടാണ് ഇങ്ങനെ മോശം. My name is Aishwarya. I am from CS Service First. ഒരു നല്ല കൈയടി, നെക്സ്റ്റ് നല്ല കൈയടി.
ഇതിനെ കൂടുതൽ കൊടുക്കാൻ പറ്റില്ല. ഇല്ല. തിയേറ്റർ റിലീസാണ്. OTT അല്ല, OTT വന്നിട്ടില്ല. പുതിയ പടമാണ്. വായിക്കിട്ടാത്ത പേരാണ്. ആർക്ക് കിട്ടും? ക്ലാസ് പേര് എല്ലാവരും കാണും. സ്റ്റാർട്ടില്ലേ? മൈക്ക് പോകാം. പുള്ളി കുറച്ച് ടഫാണ് പറഞ്ഞു. നമുക്ക് വേറൊരു ഫിലിം നോക്കാം. ഓക്കെ. മലയാളമാണ്. ഇടത്തരം. വാച്ച്. മോതിരം. ടീച്ചറിന്റെ IQ എനിക്ക് കുറവാണ്. ഇത് പറഞ്ഞ പാദസരം. അവസരം. ഓക്കെ. ഒന്നുകൂടെ കാണിച്ചറിയും. അത് അത്രേ ഉള്ളൂ. ഇനി മനസ്സിലായില്ല. അയ്യോ. ഓക്കെ. ഒന്ന്. ഓക്കെ. അത് അടുത്തത് മൂന്നാമത്തെ. ഒന്നുകൂടെ കയ്യടി. ഓക്കെ. പോയി കംപ്ലീറ്റ് പോയി. ഫൗള ആരാ പറഞ്ഞു? മരിയ. നല്ലൊരു കേട്ടോ മരിയ. ഓക്കെ. അടുത്തൊരു ആകാശം. വന്നു. ആകാശം. സൂപ്പർ. പഴയതാണോ പുതിയതാണോ? മനസ്സിലായി. അവിടെ മനസ്സിലായി അല്ലേ? സാർക്ക് ഇതിന് ഉത്തരം മനസ്സിലായോ? ഗില്ലിയാണോ? കൺഫേം ചെയ്യാണോ? ഓക്കെ അല്ലേ? നല്ലൊരു സാർ തന്നെ എടുക്കാം. കയ്യടി. സൈലൻസ്. ഐ തിങ്ക് മിണ്ടരുത്. എല്ലാവർക്കും മനസ്സിലായില്ലേ? ഓഡിയൻസ് മനസ്സിലായില്ലേ? അത് ഞാൻ ആ ഫസ്റ്റ് പറഞ്ഞതിന് മനസ്സിലായി. കയ്യടി. കിട്ടി. പോയി. ഒന്നൂടെ. ഞാൻ ഫസ്റ്റേ പറഞ്ഞു ഇതിലെ കുറച്ച് കഥാപാത്രങ്ങൾ ഭയങ്കരമായിട്ടൊരു മൈൻഡിൽ നിൽക്കുന്ന കഥാപാത്രങ്ങളാണ്. പക്ഷെ ബാക്കി എല്ലാവർക്കും മനസ്സിലായില്ലേ?
അപ്പൊ എല്ലാവർക്കും മനസ്സിലായി. ക്ലിക്കായില്ല. അയ്യോ ഒരു ചാൻസ് കൊടുക്കല്ലേ, എല്ലാവർക്കും മനസ്സിലായി. അസമയത്ത് ഈ പെൺകുട്ടി ഒന്നിലധികം പുരുഷന്മാരെ അസാധാരണമായ രീതിയിൽ ചുംബിക്കുകയും ആലിംഗനം ചെയ്തതായി കണ്ടു എന്നാണ് നിങ്ങൾ അന്വേഷണ സംഘത്തിന് കൊടുത്ത റിപ്പോർട്ട്, അല്ലെ? അതെ. അസമയത്ത് ഒരു പെൺകുട്ടി, ഏതാണ് ആ സമയം? നിങ്ങൾ അസമയത്ത് പെൺകുട്ടിയെ കണ്ടത്? എനിക്കറിയാൻ പാടാത്തത് ചോദിക്കുക. ഏത് സമയമാണ് ഒരു പെൺകുട്ടിക്ക് അസമയം? അത് പറയൂ, ഞങ്ങളൊക്കെ കേൾക്കട്ടെ. അത് പിന്നെ രാത്രി അസമയമാണ്. അല്ല, ഞാൻ അപ്പൊ അങ്ങനെയല്ല, പാതിരാത്രി അസമയമാണ്. പാതിരാത്രി അല്ലേ സാറേ? അപ്പോൾ ഒരു പെൺകുട്ടിയെ അസാധാരണമായ രീതിയിൽ കണ്ട്. ഓക്കെ. എന്താണ് ഈ അസാധാരണം? ഡിഫൻസ് സാക്ഷികളെ അനാവശ്യമായി ചോദ്യങ്ങൾ ഉന്നയിച്ച് കൺഫ്യൂസ് ചെയ്യുക. എങ്കിൽ നിങ്ങൾ പറയണം, എപ്പോഴാണ് ഒരു പെൺകുട്ടിക്ക് ഈ നാട്ടിൽ അസമയമെന്ന്? നിയമപുസ്തകങ്ങൾ മാത്രം ഉദ്ധരിച്ച് വാദിക്കുന്ന മിസ്റ്റർ കാവൽ പറയണം, ഇന്ത്യൻ നിയമവ്യവസ്ഥ അനുസരിച്ച് എപ്പോഴാണ് ഒരു പെൺകുട്ടിക്ക് അസമയം? അങ്ങനെ ആണിന് മാത്രമില്ലാത്തൊരു അസമയം ഒരു പെൺകുട്ടിക്ക് മാത്രമായിട്ട് ഇവിടെ ഉണ്ടെങ്കിൽ ഇറ്റ്സ് ആൻ ഇൻഫ്രിഞ്ച്മെന്റ് ഓഫ് ദി ബേസിക് റൈറ്റ്സ് ഓഫ് ആൻ ഇന്ത്യൻ സിറ്റിസൺ. ആർട്ടിക്കിൾ 14 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അസമയത്ത് ഒരു പെൺകുട്ടിയെ കണ്ടതായി സാക്ഷികൾ മൊഴി രേഖപ്പെടുത്തുമ്പോൾ ആ സമയം ഏതാണെന്ന് കൃത്യമായി രേഖപ്പെടുത്താൻ കോടതിക്ക് കഴിയണം. മിസ്റ്റർ മുകുന്ദൻ, നിങ്ങൾ ബഹുമാനപ്പെട്ട കോടതിയുടെ പ്രതിനിധിത്വത്തിനെ ഒരിക്കലും ചോദ്യം ചെയ്യരുത്. ഐ വിൽ ക്വസ്റ്റ്യൻ ദ കോർട്ട്സ്. ചോദ്യം ചെയ്യപ്പെടേണ്ടത് കോടതിയാണെങ്കിൽ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. കാരണം കോടതിയേക്കാൾ വലുതാണ് സത്യം. അല്ലെങ്കിൽ കോടതി ഉറക്കെ വിളിച്ചു പറയണം, നമ്മുടെ ഈ നാട്ടിൽ ഇത്ര മണി വരെ അസമയമാണ്. ആ സമയത്ത് പുറത്തിറങ്ങുന്ന പെൺകുട്ടികൾക്ക് സംഭവിക്കുന്ന യാതൊന്നിനും നിയമത്തിന്റെ പരിരക്ഷ ലഭിക്കുകയില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഇനി അസാധാരണം എന്താണ്? ഈ അസാധാരണം ഒരാളും പെണ്ണും ഒരുമിച്ച് എവിടെയുണ്ടോ അവിടെ അസാധാരണം. ഒരുമിച്ച് സംസാരിച്ചാൽ അസാധാരണം, ഒരുമിച്ച് നടന്നാൽ അസാധാരണം, ഒരു ബൈക്കിൽ പോയാൽ അസാധാരണം, ഒരു സിനിമയ്ക്ക് പോയാൽ അസാധാരണം. അത് പിന്നെ മനുഷ്യനായാൽ സദാചാരബോധമൊക്കെ കാണില്ലേ സാറേ? സദാചാരം അന്യന്റെ സ്വകാര്യതയിലേക്ക് വലിഞ്ഞു കയറി ചെല്ലാനുള്ള ഇവന്റെയൊക്കെ ലൈസൻസിന്റെ പേരല്ല സദാചാരം. ഈ കയ്യടിയിൽ ഒതുങ്ങുന്നതാണത്. ഗ്രഹണം ബാധിച്ചാലും അതിനൊരു സമയമുണ്ട്. സൂര്യൻ ആ കറുത്ത മറവിട്ട് പുറത്തു വരും. അതുപോലെ തന്നെയാണ് സത്യം. മൂടി വയ്ക്കാം, വളച്ചൊടിക്കാം. പക്ഷേ ഒരു നാൾ ഒരിടത്തത് പുറത്തു വരും. മിസ്റ്റർ സൂപ്പറിൻറ്റൻഡന്റ് ഓഫ് പോലീസ്, shall I remind you something? It is quite unbecoming an officer. I pity you for the dirty game you have played in this case. That is a manipulator. A police officer is supposed to be the watchdog of justice and a servant of the society. But instead, you behaved like a barking mad dog to wreak vengeance against your family enemy. A law-bearing citizen and an ex-judicial officer who always gave predominant consideration for his office than any personal relationship or any personal bondage. By incriminating such a pious and loyal soul, you have proved that you are ashamed to the total police force of the country, Your Honor. നല്ല പേടി. Just happened. This is not a Christmas. This is not a Christmas song. This is
എന്നാണ് സാറേ. ഇവക്ക് പോലീസിന് വരാൻ പേടിയാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവക്ക് കൂട്ടുവന്നതാണ്. മേരിക്ക് പേടിയില്ല. എനിക്ക് പേടിയുണ്ട് കാരണം ചെറുപ്പം മുതലേ എനിക്ക് പോലീസുകാരെയും പോലീസ് സ്റ്റേഷനെയും പേടിയാണ്. പിന്നെ ഇവളുള്ള ധൈര്യത്തിൽ ഞാൻ വന്നതാണ്. അതെ, നിങ്ങളിങ്ങനെ പോലീസ് സ്റ്റേഷനും പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത് നിങ്ങളുടെ എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്പറല്ലേ? നമ്പർ ഞങ്ങൾ അയൽപ്പുറത്ത് തരണം സാറേ. അവൻ രാവിലെ എന്റെ ഭർത്താവും മക്കളും വയ്ക്കാൻ അപ്പം കുളിക്കണം. കുളിക്കുന്നത് തെറ്റല്ലോ. കുളിക്കാണ്ട് കുഴപ്പമില്ല സാറേ, വെയിൽ കിട്ടിയിട്ടില്ല, അത് കിട്ടൂല. കുളിമുറി കിട്ടാൻ പറഞ്ഞാൽ അത് കിട്ടൂല. ഞങ്ങളുടെ വീടിന്റെ മറ്റേ കുളിക്കണം. അതെല്ലാം കാണിച്ചുകൊണ്ടാണ് അവൻ വിളിക്കുന്നത് സാറേ. അങ്ങോട്ട് നോക്കണ്ടെന്നാ പോലെ അതിനുള്ള ശൂസൊന്നും വിളിക്കുമല്ലോ. എന്റെ വീട്ടിൽ ആരുമില്ല, ഈ ഭാര്യ പിള്ളേർ അങ്ങനെ അവനെല്ലാവരും ഇങ്ങനെ കാണിച്ച് അവന്റെ ഭാര്യ ഇട്ടേച്ചും പോയി കാണും. ഇവനെന്താ വല്ല വട്ടുണ്ടോ? ഇവനെ എങ്ങനെയാണ് കാണാൻ? എങ്ങനെയാണ് കാണാൻ? പൊക്കം കുറഞ്ഞ് കറുത്തിട്ടൊരു മാക്കാച്ചിനെ പോലെ കാണാനൊന്നും കൊള്ളിയാ. കാണാൻ കൊള്ളായിരുന്നുവെങ്കിൽ കുഴപ്പമില്ലായിരുന്നു.
എങ്ങനെയുണ്ടാ